സംസ്ഥാനത്ത് മലയോര മേഖലയിൽ അടക്കം അതിശക്തമായ മഴ തുടരുകയാണ്. ഇന്ന് എവിടെയും റെഡ് അലർട്ട് ഇല്ലെങ്കിലും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് തൽക്കാലം നൽകിയിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ ഒരു മഴ സാഹചര്യമൊക്കെ നോക്കുമ്പോൾ ഇനി വരും മണിക്കൂറുകളിൽ ഈ യെല്ലോ അലർട്ട് മുന്നറിയിപ്പിൽ ഒരു മാറ്റം വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. പലയിടത്തും രാത്രി ശക്തമായ മഴ പെയ്തു എന്നുള്ളതാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി തെരച്ചിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ദുഃഖകരമായ വാർത്ത കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. അപകടത്തിൽപ്പെട്ടു, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടു വിഴിഞ്ഞത്ത് എന്നുള്ളത്. എന്തായാലും അവർക്കായുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. കൊല്ലം ആദിച്ചനല്ലൂരിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട അപ്പർ കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് സാരംഗും, കാസർഗോഡ് നിന്ന് KV ബൈജുവും, കൊച്ചിയിൽ നിന്ന് ഡാനി പോളും ചേരും. ആദ്യം നമുക്ക് എറണാകുളം ജില്ലയുടെ സാഹചര്യം നോക്കാം. ഡാനി പോൾ ഉണ്ട്. ഡാനി, ഇപ്പോഴും അവിടെ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണോ? ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. എന്താണ് നിലവിലത്തെ ഒരവസ്ഥ? മഴ തുടരുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന മഴയ്ക്ക് അതിൻ്റെ ഒരു തീവ്രതയ്ക്ക് ഒരു നേരിയ ശമനമുണ്ടെങ്കിലും മഴ സാഹചര്യം തന്നെയാണ് ജില്ലയിൽ നിലവിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അലർട്ടുകൾ പലപ്പോഴും മാറിയാറുണ്ട്. പലപ്പോഴും ഈ മണിക്കൂറുകൾ ഇടപെട്ടുള്ള ഒരു രീതിയിലേക്കെല്ലാം പോകുന്നു. എന്നാലും ജില്ലയിൽ ഇന്ന് പൊതുവിൽ മഴ കുറയും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. എങ്കിലും നിലവിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആശ്വാസകരമായ ഒരു കാര്യം, എവിടെയും ഒരു വെള്ളക്കെട്ടോ കാര്യമായി എവിടെയും രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യമുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മഴ തുടരുന്നുണ്ടെങ്കിൽ, മഴ പെയ്ത ഉണ്ടെങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് എവിടെയും രൂപപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്. ഈ പെരിയാറിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് പെരിയാറിൽ മറ്റ് ഇടങ്ങളിൽ നിന്നുള്ള അണക്കെട്ടുകൾ തുറക്കുന്നത് മൂലം, പ്രത്യേകിച്ച് ഇടുക്കി മേഖലയിലെ പല അണക്കെട്ടുകളും എല്ലാം തന്നെ തുറക്കുന്നത് മൂലം പെരിയാറിലേക്ക് കൂടുതൽ ജലം ഒഴുകി എത്തുന്നുണ്ട്. അതുകൊണ്ട് പെരിയാറിലെ ജലവിധാനം ഉയർന്നിട്ടുണ്ട്. എങ്കിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പെരിയാറിലെ ഒരു നീരൊഴുക്ക് മാറിയിട്ടില്ല. എങ്കിലും ഇരു കരകളിലുമുള്ളവരോട് ജാഗ്രത പുലർത്തണമെന്ന് അടക്കമുള്ള ഒരു നിർദ്ദേശവും കാര്യങ്ങളുമെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. പലപ്പോഴും പെരിയാറാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കവിയുന്നതാണ് പലപ്പോഴും താഴ്ന്ന മേഖലകൾ, പ്രത്യേകിച്ച് ഏലൂർ പോലുള്ള പ്രദേശങ്ങൾ, പാതാളം പോലുള്ള പ്രദേശങ്ങൾ, ഇവിടങ്ങളിലെല്ലാം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലും വീടുകളിലും എല്ലാം വെള്ളം കയറുക പതിവാണ്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ കൂടിയും കാര്യമായ മുന്നൊരുക്കങ്ങൾ ഈ മേഖലയിലെല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ആളുകളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനും എല്ലാം തന്നെ വേണ്ടത്ര നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ ഒരിടത്തും ഇതുവരെയും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഒപ്പം തന്നെയും കൂടുതൽ നാശനഷ്ടങ്ങൾ ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ വലിയ കാറ്റിലെ മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലയിൽ 216 വീടുകൾക്ക് ഇങ്ങനെ ഭാഗികമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീരമേഖലകളിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചിയുടെ മേഖലകളിൽ ഈ വർഷകാലത്ത് വലിയ രീതിയിലുള്ള കടൽക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കണ്ണമാലി, ചെറിയ കടവ് പോലുള്ള ഭാഗങ്ങളിൽ, മുനമ്പം മേഖലകളിലെല്ലാം തന്നെ കടലാക്രമണം വളരെ രൂക്ഷമായിട്ട് തന്നെയാണ് തുടരുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മുനമ്പത്ത് ഒരു മത്സ്യത്തൊഴിലാളി, അതിഥി തൊഴിലാളിയാണ്, ബോട്ടിൽ നിന്ന് വീണ് കാണാതായി. ഇന്നലെ രാത്രിയോടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചു. അങ്ങനെ ഈ തീരമേഖലയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ മഴ മൂലമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പലയിടത്തും ഭാഗികമായി ചില വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നഗരമധ്യത്തിലേക്ക് വരികയാണെങ്കിൽ കൊച്ചി നഗരത്തിലെവിടെയും വലിയ രീതിയിലുള്ളൊരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ മഴ കനക്കുമ്പോൾ പൊടുന്നനെ ഉണ്ടാകുന്നൊരു വെള്ളക്കെട്ട് അല്ലാതെ മറ്റ് വലിയ രീതിയിലേക്ക് വാഹന ഗതാഗതം സ്തംഭിപ്പിക്കുന്ന രീതിയിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല. അതിനൊരു വലിയ കാരണം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പദ്ധതിയും അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ വാഹിനി എന്ന പേരിലുള്ള നഗര സമീപത്ത് കൂടി ഒഴുകുന്ന മുട്ടാർ പുഴയുൾപ്പെടെയുള്ള ഇടപ്പള്ളിത്തോട് ഉൾപ്പെടെയുള്ള അത്തരം തോടുകളിലെല്ലാം ആഴം കൂട്ടുന്ന ഒരു പദ്ധതിയുണ്ട്. പെരിയാറിൽ നിന്ന് അധിക ജലം എത്തിയാൽ പോലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലേക്ക്, തിരിച്ചും പെരിയാറിലേക്ക് വെള്ളം ഒഴുക്കിവിടാൻ കഴിയുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ സഹായകരമാകുന്ന വിഭാവനം ചെയ്യുന്നൊരു കാര്യമാണത്.
അങ്ങനെ അത്തരം പദ്ധതികളുടെ ഒരു നേരത്തെ നടപ്പാക്കിയത് കൊണ്ടുള്ള ഒരു ആശ്വാസം കുറേയെങ്കിലും ലഭിക്കുന്നുണ്ട്. ഈ രീതിയിലാണ് ജില്ലയിലെ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മഴ കുറവുള്ള ഒരു സാഹചര്യമല്ല, മഴ നിലവിലുണ്ട്, അതിൻ്റെ തീവ്രതയ്ക്ക് ഒരു അല്പം കുറവുണ്ട് എന്നത് മാത്രമാണ് ഉള്ളത്. തീർച്ചയായും ഡാനി പോളാണ് എറണാകുളത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അതിതീവ്ര മഴ എന്നുള്ള സാഹചര്യത്തിൽ നിന്ന് ഒരു നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നത് മാത്രമാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. സാരംഗുണ്ട്. സാരംഗ്, ഗുഡ് മോർണിംഗ്. എന്താണ് തിരുവനന്തപുരത്തെ ഒരു സാഹചര്യം? ശക്തമായ കാറ്റായിരുന്നു ഇവിടെ വലിയ വില്ലനായി നിന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇപ്പോൾ എന്താണ് സാഹചര്യം? നിലവിൽ തിരുവനന്തപുരം നഗരത്തിൽ മഴ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ രാത്രിയുണ്ടായ മഴയിലും കാറ്റിലും പല ഭാഗങ്ങളിലും തിരുവനന്തപുരം നഗരപരിധിയിൽ മാത്രം 15ഓളം ഭാഗങ്ങളിൽ മഴ കാറ്റ് ശക്തമായി വീശിയിട്ട് പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല വീടുകളും ചില വീടുകൾ പൂർണ്ണമായും ചിലത് ഭാഗികമായും തകർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വീട്ടുകാരും മറ്റും കുടുംബാംഗങ്ങളും മറ്റും അത്ഭുതകരമായി മാത്രമാണ് രക്ഷപ്പെട്ടത്. ആളപായം ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് പറയാം. പക്ഷേ നഗരപരിധിയിൽ ഉണ്ടായുള്ള മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ 4ഓളം ഹോർഡിംഗ്സുകൾ തകർന്നിട്ടുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എന്റെ പുറകിൽ കാണുന്ന ഈ പട്ടത്ത് കാണുന്ന ഈ ഹോർഡിംഗ്സ് പകുതി തകർന്ന നിലയാണ്. ഇതിപ്പോൾ പൂർണ്ണമായും തകരാത്തത് ക്രെയിനിലേക്ക് കയറ് ഉപയോഗിച്ച് വലിച്ചു കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതേപോലെ 4ഓളം ഹോർഡിംഗ്സുകൾ ഇത് ഭാഗികമായി തകർന്നാണെങ്കിൽ മറ്റ് ഹോർഡിംഗ്സുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇത് ആളപായവും മറ്റും ഇല്ലാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം നഗരത്തിലെ പ്രധാന ഭാഗങ്ങളിലായിരിക്കും ഇത്തരം ഹോർഡിംഗ്സുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ടാവുക. ഇവ പല ശക്തമായ കാറ്റിൽ 50-60 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന ശക്തമായ കാറ്റിൽ തകർന്ന കാഴ്ചയാണ് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നഗരത്തിൽ പല ഭാഗങ്ങളിലും മരം കടപുഴകി വീണ് ഗതാഗത തടസ്സവും അതേപോലെ തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന പ്രശ്നങ്ങളും മറ്റും തുടർച്ചയായി കഴിഞ്ഞ ദിവസങ്ങളിലും അതിന് മുന്നത്തെ ദിവസങ്ങളിലും എല്ലാം ഉള്ളതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയും ഇതേപോലെ തന്നെ മരങ്ങൾ കടപുഴകി വീണിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി KSEB ജീവനക്കാരും മറ്റും കനത്ത രീതിയിൽ അഹോരാത്രം പണിയെടുക്കുകയാണ്. അതേപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചില്ല എന്നൊരു ആരോപണം കൂടി വരുന്നുണ്ട്. കാരണം അപകട നിലയിലുള്ള നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ മുൻകൂറായി തന്നെ മൺസൂൺ എത്തുന്നതിന് മുന്നേ തന്നെ നഗരത്തിലെ പല ഭാഗങ്ങളിലും മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇത് കൃത്യമായി പാലിച്ചില്ല. അതാണിപ്പോൾ ഇത്തരത്തിൽ ഭീകരമായ രീതിയിൽ മരങ്ങൾ പല ഭാഗത്തുനിന്നും കടപുഴകി വീഴുന്നതും അതേപോലെ തന്നെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ ജനങ്ങളോട് ഇത്തരത്തിൽ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ജനങ്ങളിലേക്ക് എത്രത്തോളം എത്തി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിലും അവ പല ഭാഗങ്ങളിലും വീടുകളിലേക്കാണ് മരങ്ങൾ കടപുഴകി വീഴുന്നത്. അതേപോലെ തന്നെ മറ്റ് വ്യാപാര സ്ഥാപനങ്ങളുടെ മുകളിലേക്കും മറ്റും വീഴുന്നു. ആളപായം തിരുവനന്തപുരം നഗരത്തിൽ ഇല്ലാതിരിക്കുന്നത് ഭാഗ്യം കൊണ്ടുവന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കനത്ത കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സംഭവിച്ചിട്ടുള്ളത്. അതെ സാരംഗ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോർഡിംഗ് ഇപ്പോൾ ഇങ്ങനെ വീഴാറായി നിൽക്കുന്ന ഒരു സാഹചര്യം, ഇതൊരു അപകടക്കെണിയായി നിൽക്കുകയാണല്ലോ. അധികൃതർ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് അല്ലെങ്കിൽ അടുത്തൊരു നടപടി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത്? അത് അവിടെ നിന്ന് പൂർണ്ണമായി നീക്കം ചെയ്ത് ആ ഒരു അപകട സാധ്യത ഒഴിവാക്കാനുള്ള നീക്കങ്ങളുണ്ടോ? നിലവിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വലിയ കൂറ്റൻ ക്രെയിന് കൊണ്ടുവന്ന് കയറുപയോഗിച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട്. അതായത് ഇത് ഭാഗികമായി തകർന്നതിനാൽ പൂർണ്ണമായി നിലംപതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രെയിൻ ഉപയോഗിച്ച് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇതിനി മഴ കുറയുന്നതിനനുസരിച്ച് പൊളിച്ചു നീക്കാനുള്ള നീക്കമാണ് ഇനി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് നമുക്കറിയാം, ഇത് ഗവൺമെന്റ് പട്ടം സ്കൂളിന് സമീപത്താണ് ഈ ഒരു ഹോർഡിംഗ്സ്. അടുത്ത ആഴ്ച സ്കൂൾ തുറക്കുകയാണ്. വിദ്യാർത്ഥികളും മറ്റും ഈ വഴികളൊക്കെ സഞ്ചരിക്കുന്ന വഴികളാണ്. ഇതിപ്പോ അടുത്ത ആഴ്ച മറ്റോ ആണ് ഈ അപകടം പൂർണ്ണമായി തകർന്നെങ്കിൽ ചിലപ്പോൾ ആളപായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ വലിയ അപകട ഭീഷണി ഉയർത്തുന്ന ഹോർഡിംഗ്സുകളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ ശക്തമായ കാറ്റ് വീശിയതാണ് ഇവ ഭാഗികമായും പൂർണ്ണമായും തകരാൻ കാരണം. മാത്രമല്ല ഇതിന്റെ കാലപ്പഴക്കം നമുക്ക് കാണാം, പല ഭാഗങ്ങളും തുരുമ്പെടുത്തിട്ടുണ്ട്. അടിഭാഗത്തു നിന്നൊക്കെ ഇളകിയിട്ടാണ്, കാറ്റിന്റെ ശക്തി മൂലം ഇളകിയാണ് വന്നിട്ടുള്ളത്. പലതും കാലപ്പഴക്കം. കാരണം ഇത്തരം ഹോർഡിംഗ്സുകൾ പ്രൈവറ്റ് കമ്പനികൾ സ്ഥാപിക്കുന്നതിന് ശേഷം മെയിന്റനൻസും മറ്റും നടത്തില്ല. അത് പിന്നെ കാലപ്പഴക്കം വന്ന് നശിക്കുക എന്നല്ലാതെ അതിന് കൃത്യമായ മാനദണ്ഡങ്ങളോ മോണിറ്ററിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അത് തന്നെയാണ് ഈ ഒരു അപകടത്തിലേക്ക് എത്തിയത്. നഗരത്തിന്റെ 15ഓളം ഭാഗങ്ങളിൽ 4ഓളം ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അധികൃതർ നീക്കം ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്നത്. വേണ്ട ഒരു സാഹചര്യമാണ്. എന്തായാലും ഇതിപ്പോൾ പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപമാണ് ഈ ഹോർഡിംഗ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ
നിലം പൊത്താറായ സാഹചര്യത്തിൽ നിലനിൽക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിൽ സംഭവിച്ചതാണ്. തൽക്കാലം ഒരു ക്രെയിൻ ഉപയോഗിച്ച് അത് താഴെ വീഴാതെ നിലനിർത്തിയിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഒക്കെ ഏത് തരത്തിൽ ഇനി നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്നുള്ളത് കണ്ടറിയണം. സാരംഗ്, ഒരു കാര്യം കൂടി ഉണ്ടല്ലോ, വിഴിഞ്ഞത്ത് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. അവിടെ 9 മത്സ്യത്തൊഴിലാളികളെ കാണാതായിരിക്കുന്നു. അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ? തെരച്ചിൽ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? അപകടം നമുക്കറിയാം, മൺസൂൺ കനത്തതോടെ കടൽക്ഷോഭം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കടലിൽ പോയി മത്സ്യബന്ധനം നടത്തരുന്ന ചില സമയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതേപോലെ തന്നെ ഇത്തരത്തിൽ ഉണ്ടായ കടൽക്ഷോഭത്തിന്റെ ഭാഗമായാണ് വള്ളം തകർന്ന് ഈ ഒരു അപകടം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു തദായൂസ് എന്ന് പറഞ്ഞ ഒരു മത്സ്യത്തൊഴിലാളിയെ മരണപ്പെട്ടിരുന്നു ഈ അപകടത്തിൽ. അവരുടെ മൃതദേഹം ലഭിച്ചിരുന്നു. മറ്റുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല ഇന്നലെ ഈ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ട ഭാഗത്തേക്ക് എത്തിയ ഫിഷറീസിന്റെ രക്ഷാപ്രവർത്തനം എത്തിയ ബോട്ട് ഇത്തരത്തിലൊരു യന്ത്ര തകരാറ് നേരിട്ടിരുന്നു. അങ്ങനെ പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മാത്രമല്ല രക്ഷാപ്രവർത്തനം ഇതേ ഒരു കനത്ത കാലാവസ്ഥയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റേതായ വെല്ലുവിളികൾ നിലവിൽ ജീവനക്കാർ നേരിടുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ. തീർച്ചയായും സാരംഗാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വിഴിഞ്ഞത്ത് അപകടത്തിൽ 9 മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്. അവർക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. ഇനി നമുക്ക് നേരെ കാസർഗോഡേക്ക് പോകാം. KV ബൈജു നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, എങ്ങനെയുണ്ട് കാസർഗോട്ടെ ഒരു മഴയുടെ സാഹചര്യം? നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഇടതടവില്ലാതെ മഴ പെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും മഴയുടെ തീവ്രതയിൽ ഒരല്പം ശമനം വന്നിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണോ? അതെ ആര്യ, അതായത് ഇന്ന് യെല്ലോ അലർട്ടാണ്. പക്ഷേ ഇന്നലത്തേതിനും മിനാലത്തേതിനും സമം, അതായത് റെഡ് അലർട്ട് നിലനിൽക്കുന്നതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ശക്തമായ മഴ തുടരുന്നു. ഇന്നലെ രാത്രി മുതൽ തോരാതെ പെയ്യുന്ന മഴയാണ്. ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നു. ഈ തേജസ്വിനി പുഴ, അതുപോലെ തന്നെ മധുവാഹിനി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. ഇത്രയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ മഴയുണ്ടായിട്ടും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നെങ്കിലും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇന്ന് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ പുഴകളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. ഈ പ്രദേശത്തുള്ളവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ്. ഏതായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ ആളുകൾ ബന്ധുവീടുകളിലേക്കാണ് സാധാരണ ഈ കാലവർഷത്തിൽ മാറാറുള്ളത്. അത്തരം നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ദേശീയപാതയിലും ഇന്ന് വലിയ ആശങ്ക നിലനിൽക്കുന്നു. ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഇന്നലെ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായ ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ ഈ നേരത്തെ വലിയ ഗർത്തമൊക്കെ കണ്ടെത്തിയ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതുവഴി അപകടം സാധ്യത മുൻനിർത്തി വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായ കാറ്റാണ് ഇപ്പോൾ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത്. അതോടൊപ്പം തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാല സാധ്യത മുന്നറിയിപ്പ് കൂടിയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന നിർദ്ദേശമുണ്ട്. എന്തായാലും യെല്ലോ അലർട്ടിന് ആണെങ്കിലും കാലാവസ്ഥയ്ക്ക് ഒരു മാറ്റവുമില്ല. വരും മണിക്കൂറുകളിലും ശക്തമായ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം, അത്രത്തോളം ഇരുണ്ട ഒരു കാലാവസ്ഥ തന്നെയാണ് ഇന്നു മുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാറ്റ് ഇടവിട്ട് വലിയ തോതിലുള്ള കാറ്റ് വരുന്ന മണിക്കൂറുകളിലും ശക്തമായ കാറ്റുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം. എന്തായാലും കാലവർഷ ആരംഭത്തിന് മുൻപ് തന്നെ വലിയ തോതിൽ മഴ ലഭിച്ചൊരു ജില്ലയാണ് കാസർഗോഡ്. അത് നിരവധി വീടുകൾ അപകടത്തിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് കർണാടകയാണ്. ദക്ഷിണ കന്നഡ ജില്ലകളിലും ശക്തമായ മഴയാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്നലെ 4 പേരാണ് വീടിന് മുകളിൽ കുന്നിടിഞ്ഞ് വീണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം കുടക് മേഖലകളിലാണ് വലിയ ആശങ്ക നിലനിൽക്കുന്നത്. കഴിഞ്ഞ കാലവർഷത്തിൽ വലിയ തോതിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ 25-ലധികം ഉരുൾപൊട്ടലുണ്ടായ ഒരു മേഖലയാണ് ഈ കുടക് എന്ന് പറയുന്നത്. ഈ കുടകിലെ ഒരു പ്രത്യേകത, കുടകിൽ മഴ പെയ്താൽ അതിന്റെ വെള്ളക്കെട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. അത് തേജസ്വിനി പുഴയിലേക്കാണ് ഈ വെള്ളമൊക്കെ ചെന്നെത്തുക. അതുകൊണ്ട് തന്നെയാണ് ഈ തേജസ്വിനി പുഴയിലും ഇപ്പോൾ രാവിലെ ഈ വലിയ തോതിലുള്ള ഈ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശങ്ങളിൽ നൽകിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥ പ്രവചനമെങ്കിലും കാസർഗോഡ് ജില്ലയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് മഴ ശക്തിപ്പെടാനാണ് സാധ്യത. അത്രത്തോളം ശക്തമായ മഴ ഇപ്പോഴും
കാസർഗോഡ് ജില്ലയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ആര്യ, തീർച്ചയായും കെ വി ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും ബൈജു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ യെല്ലോ അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ മഴയുടെ സാഹചര്യം തന്നെയാണ് കാസർഗോഡ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. കോട്ടയത്തേക്ക് പോകാം. ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കോട്ടയത്തെ മഴയുടെ ഒരു സാഹചര്യം? മഴ തുടരുകയാണ് ആര്യ. ഇന്നലെ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴ ഉണ്ടായിരുന്നില്ല. മഴ ഇങ്ങനെ ചെറുതായി ചാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം ഏതാണ്ട് പുലർച്ചയോടുകൂടി വീണ്ടും മഴ ശക്തിപ്പെടുന്ന നിലയാണ് ഉള്ളത്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ആകെ ആശ്വാസമുള്ളത് ഈ മീനച്ചിലാറ്റിലൊക്കെ അപകടനിലയ്ക്ക് മുകളിലേക്ക് വെള്ളമുള്ളത് ഈ താഴ്ന്ന പ്രദേശങ്ങൾ, അതായത് ഈ കോട്ടയം നഗരത്തോട് ചേർന്നിട്ടുള്ള ആ പ്രദേശങ്ങളിലൊക്കെയാണ്. ഈ പാലാ ഈരാറ്റുപേട്ട പോലെ സാധാരണ ആദ്യം വെള്ളം കയറുന്ന പ്രദേശങ്ങളിൽ അത് ഇവിടെ കയറിയില്ല. ഒരു 5 ദിവസം മുൻപ് പെയ്ത മഴയിൽ അവിടെ വെള്ളം കയറിയിരുന്നു. പക്ഷെ ആ വെള്ളമെല്ലാം ഇങ്ങനെ ഒഴുകി താഴേക്ക് എത്തിയിട്ടുണ്ട്. ഏറ്റവും ദുരിതം തുടരുന്നത് ഈ പടിഞ്ഞാറൻ മേഖലയിലാണ്. ഈ കോട്ടയത്തിന്റെ നഗരത്തിന് പടിഞ്ഞാറുള്ള വിവിധ പഞ്ചായത്തുകളിലാണ്. ഐമനം, തിരുവാർപ്പ, കുമരകം പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അപകട നിലയിലാണ് വെള്ളമുള്ളത്. ഇന്നലെയൊക്കെ കണ്ടതുപോലെയുള്ള സമാനമായ കാഴ്ച തന്നെയാണ് ഇവിടെ തുടരുന്നത്. ഇന്നലെ 2 പേർ ഈ കൊല്ലാട് ഈ മീൻ പിടിക്കാൻ പോയ 2 പേർ മരിച്ച ഒരു ദാരുണ സംഭവമാണ് ഇന്നലെ ഒരു പ്രധാന വലിയ ഒരു ദുരന്തമായി മാറിയത്. ഇപ്പുറത്ത് ഒരാളെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതായത് കിണറ്റിൽ വീണ ഒരു 24 വയസ്സുകാരി കിണറിന്റെ സൈഡിൽ നിൽക്കുകയായിരുന്നു. തെന്നി വഴുതി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പക്ഷെ കയറിൽ പിടിച്ച് കിടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതാണ്ട് 10-15 മിനിറ്റ് കൊണ്ട് തന്നെ കോട്ടയത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇവരെ വടത്തിൽ കെട്ടി കരയിലേക്ക് എത്തിക്കുന്നു. ഈ ട്രീസ എന്ന യുവതിയാണ്, വിജയപുരം പഞ്ചായത്തിലാണ് ഉള്ളത്. ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദുരിത പെയ്ത്ത് എന്ന് തന്നെ പറയാം. ഇന്ന് ഈ മഴ ഇങ്ങനെ തുടർന്നാൽ അതൊരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകും ജനങ്ങളെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിലെ ഉരുൾപൊട്ടലാണ് കോട്ടയത്ത് പലപ്പോഴും വലിയ ദുരന്തമായി മാറാറുള്ളത്. കൂട്ടിക്കലും ഇളങ്കാടും ഒക്കെ വലിയ ജാഗ്രത നിലനിൽക്കുകയാണ്. ഇപ്പുറത്ത് ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല, പൂഞ്ഞാറിന്റെ മേഖല, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയും വലിയ ജാഗ്രത തുടരുകയാണ്. തീർച്ചയായും കോട്ടയത്തെ സാഹചര്യം അങ്ങനെയാണ്. എന്തായാലും ദുരിതപ്പെയ്ത്ത് തുടരുകയാണ് എന്നുള്ളതാണ് ശ്രീജിത്ത് പറയുന്നത്. എന്തായാലും മലയോര മേഖലകളിലെയൊക്കെ അതീവ ജാഗ്രത തുടരുന്നു. കോട്ടയത്തിന് പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായതാണ്. എന്തായാലും ആ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കൊല്ലത്തേക്ക് പോകാം. കൊല്ലത്തെ മലയോര മേഖലയുടെ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മനോജ് അപ്പുക്കുട്ടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. മനോജ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് മലയോര മേഖലയിലേക്ക് ഒരു സാഹചര്യം? വെരി ഗുഡ് മോർണിംഗ്. കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ പകലും രാത്രിയും തോരാതെ മഴ ഉണ്ടായിരുന്നു. കല്ലട ആറ്റിലേക്കുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കല്ലട ആറ്റിലേക്ക് ഒഴുകിയെത്തുന്ന ചെറുതോടുകളും വയലുകളും എല്ലാം നിറഞ്ഞു കവിഞ്ഞു. മുക്കടവ് ആറ്റിൽ അതിശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. മുക്കടവ് തടയണയും അപകടകരമായ നിലയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയാണ്. പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലായി ഏകദേശം 20ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 12ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുമുണ്ട്. മലയോര മേഖല ആയതുകൊണ്ട് തന്നെ അതിശക്തമായ കാറ്റിൽ വൻ മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുത ബന്ധം തകരാറിലാവുന്നത് പതിവായിരിക്കുകയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. പുന്നല കടശ്ശേരിയിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. പുന്നല കടശ്ശേരിയിൽ 3 ദിവസമായി വൈദ്യുത ലൈൻ പൊട്ടി വീണു. ഇതിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 മാസം പ്രായമുള്ള ഒരു കറവ പശു വൈദ്യുതാഘാതമേറ്റ് മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. കൊല്ലം തിരുമംഗലം ദേശീയ പാതയിൽ ആര്യങ്കാവ്, ഇടമൺ, വെള്ളിമല ഭാഗത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഗതാഗതത്തിനെ അത് സാരമായി ബാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ കൊല്ലം ചെങ്കോട്ട റെയിൽപാതയിലും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ട്രെയിൻ ഗതാഗതത്തിന്റെ സമയക്ലിപ്തതയെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. പത്തനാപുരത്ത് അതിശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി കപകുഞ്ചേരിയിൽ വെറ്റില കൃഷി ഉൾപ്പെടെയുള്ള വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അഞ്ചൽ, അലൈമൺ, കുളത്തൂപ്പുഴ മേഖലകളിൽ ശക്തമായ കാറ്റും കൃഷിനാശവുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന മലനിരകളിൽ ശക്തമായ മഴ ലഭിക്കുന്നതിനാൽ തെന്മല പരപ്പാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശം ശക്തമായ മഴയുണ്ട്. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാം തുറക്കേണ്ട സാഹചര്യം വരും. പത്തനാപുരം, വിളക്കുടി താലൂക്കുകളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ആരംഭിച്ചതുപോലെ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അവിടെ കുറച്ച് വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതൊക്കെയാണ് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ നിന്നുള്ള
കാര്യങ്ങൾ. കൊല്ലത്തെ കിഴക്കൻ മലയോര മേഖലയിലെ സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളതാണ് മനോജ് അപ്പുക്കുട്ടൻ പങ്കുവച്ചത്. എന്തായാലും അവിടെയും അതിശക്തമായ മഴയും കാറ്റുമൊക്കെ തുടരുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്ത് ഉടനീളം ഇന്ന് യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും നമുക്ക് നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ കാസർഗോഡ് അടക്കം KV ബൈജു സൂചിപ്പിച്ചതുപോലെ റെഡ് അലേർട്ടിന് സമാനമായ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ശക്തമായ മഴ എല്ലായിടത്തും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 10 മണിയോട് കൂടിയിട്ടൊക്കെയാണ് പുതിയ അലേർട്ടുകൾ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ യെല്ലോ അലേർട്ട് എന്നുള്ളതൊക്കെ മാറാനുള്ളൊരു സാഹചര്യം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊല്ലം, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് ഇന്ന് അവധിയുള്ളത്. പക്ഷേ നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല.